എനിക്ക് വേണം, അത്രേ ഉള്ളൂ. മരം വെക്കയല്ല, കുത്തി മറയേ അല്ല കക്ക എന്തെങ്കിലും ചെയ്യും, എനിക്ക് വേണം. 2 കെട്ട് 50. அப்படின்னா 2 കെട്ട് കൊടുങ്ങ. അയാളുടെ മുരിങ്ങ ഫുള്ള് തുറന്ന് നോക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചൊത്തെ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. പാവക്കുട്ടിക്കുള്ള ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ലഞ്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മും ഞാനും എല്ലാവരും കൂടിയിട്ട് മുത്തശ്ശി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജഗ പുകയാണ് രാവിലത്തെ ഇവിടുത്തെ അംഗം. ഞാനിത് സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ, നല്ല പൊളി ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എടാ പൊളി സാധനം കേട്ടോ അത്. ഉച്ചയ്ക്ക് അമ്മു എഗ് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ലെമൺ റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ മോസ്റ്റ്ലി ദോശയായിരിക്കും കഴിക്കുക, അധികം റൈസ് കഴിക്കാൻ ചാൻസ് ഇല്ല. ഇപ്പൊ പോണ സമയത്ത് നല്ല വെള്ളമാണ് റോഡിലൊക്കെ, സ്പീഡിൽ പോകാനും പറ്റില്ല. പക്ഷെ സ്പീഡിൽ എത്തിയാലേ പറ്റുള്ളൂ. നോക്കി 8:30 അവരായി. ഇനി എങ്ങനെയൊക്കെ സ്പീഡിൽ പോവാ? ചളിവെള്ളം തെറിച്ചിട്ട് ബാഗിലേക്കൊക്കെ ആവുകയും ചെയ്യും. ഭയങ്കര കഷ്ടപ്പാടാണ്. പതുക്കെ പോകാനേ പറ്റുള്ളൂ. എന്നാൽ സ്പീഡിൽ വേഗം സ്കൂളിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? അതിനാണ് കുറച്ച് നേരത്തെ ഇറങ്ങുക. ഞാൻ ഒന്ന് നേരത്തെ ഇറങ്ങി റെഡി ആയതാണ്. ലഞ്ച് സാധനങ്ങൾ കുട്ടികളുടെ ചോറുണ്ടാക്കാനൊക്കെയാണ് വൈകി പോയത്. അതിപ്പോ എന്റെ കുറ്റം. എന്താ ചെയ്യാ, ആരാ പിന്നെ ചെയ്യണ? അറിയണ്ട വേറെ. നീ ഇറങ്ങിയിട്ടില്ല, കണ്ടോ? നീ ഇറങ്ങിയിട്ടില്ല അവിടുന്ന് ഇങ്ങോട്ട്. അറിയില്ല, വൈകൊന്നും ഉറപ്പാ. പെട്ടെന്ന് ഇറങ്ങ കുട്ടി. ടൈം ഓൾറെഡി 8:30. ഇറങ്ങിക്കോ. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. കീഴെ പാത്തിറങ്ങ. അങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കല്ല. അമ്മ ഫോട്ടോ ഒക്കെ എടുക്കാം. എന്റെ കളിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ സ്കൂളിൽ നിന്നേ കുണ്ടിക്ക് കിട്ടും അടിയിട്ടോ. മര്യാദക്ക് ഇറങ്ങിക്കോ വേഗം. നമ്മള് ചന്തി പപ്പടാക്കും മിസ് അവിടെ ചെല്ലും കേട്ടോ. എന്താ കഥ? 2 ക്യാമറ. കുട്ടീനെ കൊണ്ടാക്കി ചെറിയ രീതിയിലുള്ള ഷോപ്പിങ്ങും കഴിഞ്ഞ് വന്നപ്പോഴേക്ക് 9:30 മണിയായി. അരിയൊക്കെ കഴിയായിരുന്നു, അതൊക്കെ വാങ്ങിച്ചു. അമ്മു 2-3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്, മുരിങ്ങയില കിട്ടുമോ, ചീര കിട്ടുമോ എന്നൊക്കെ. അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങയില, ചീരയൊക്കെ. പക്ഷേ ഈ സാധനം ഞാൻ നോക്കിയിട്ട് കിട്ടുന്നേ ഇല്ല. അവിടെ മാർക്കറ്റിൽ മൊത്തം ഞാൻ തിരഞ്ഞു, പോരുന്ന വഴിക്കൊക്കെ നോക്കി. സ്ത്രീകളിങ്ങനെ വെക്കാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കൊട്ടയിലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഒന്നും കാണുന്നില്ല. ഇനി മൊത്തം ഇന്നൊരു സെർച്ച് ചെയ്യേണ്ട അവസ്ഥയാണ് ആ സാധനം കിട്ടാൻ. 3 ദിവസമായിട്ടും കിട്ടിയിട്ടില്ല. ഇനി വായിൽ നിന്ന് വല്ലതും വരും, കാരണം ഞാൻ പ്രോപ്പറായിട്ട് സെർച്ച് ചെയ്യുന്നില്ല, കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാവും അവസരം പറയാ. അതെ, ഇങ്ങനെ എന്താ കുത്തിയിരുന്നാ മതിയോ? ഞാനൊരു ഫ്ലൈറ്റിന്റെ റഡാറിനെ കുറിച്ച് നോക്കിയിരുന്നു. നോക്കി കുത്തിയിരുന്നോ? 1:30 മണി മേലെയായി. ദോശ മതി എന്നല്ല പറഞ്ഞു ഉച്ചക്ക്. അപ്പൊ ഉണ്ടാക്കണ്ടേ? ആരുണ്ടാക്കും? അല്ല, എനിക്കൊരു ഭാര്യ ഉണ്ട് എന്നാണ് എന്റെ വിചാരം. എല്ലാം കൂടി ചെയ്ത് തരുന്നില്ലേ? ദോശയും ഉണ്ടാക്കുക. അതാണ് ഒന്ന് ശരിക്കും ചെയ്യണേ. അതെങ്കിലും ചെയ്തൂടെ? അതും വേണോ? ഇപ്പൊ ഉണ്ടാക്ക്. പിന്നെ ഒരു ആഴ്ച ഞാൻ ചീര വേണം. അതെ 4-5 ദിവസമായി ഞാൻ ചോദിച്ചിട്ട്. മുരുകനെല്ലാം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചീര വാങ്ങിച്ചിട്ട് വന്ന് നമ്മൾ ചേർക്കണ്ടേ, അത് കഴിക്കണ്ടേ, അത് ആഴ്ചക്ക് കിട്ടണ്ടേ. പിന്നെ കിട്ടാത്ത സാധനമാണല്ലോ. പിന്നെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ വാങ്ങിക്കും? അവരുടെ വീട്ടിലൊന്നും ഇല്ല, ആൻഡ്രി അടുത്തൊന്നും മരമില്ല. ഒരു കടക്കനെ പോയി വാങ്ങിച്ചിട്ട്. ഞാനല്ലാന്ന് പറഞ്ഞ് ആ റോഡില്, മെയിൻ റോഡിലുള്ള ഇതിലുണ്ട്. നിങ്ങളുടെ കണ്ണിൽ ഒന്നും കാണില്ലല്ലോ, ഉള്ള സാധനം കൂടി. അടുത്തുള്ള ഞാൻ വരണ സമയത്ത് കാണണ്ടേ? ഞാൻ വരണ സമയത്ത് റോഡിന്റെ സൈഡിലല്ലേ നമ്മൾ അന്ന് വാങ്ങിട്ട് വന്നത്. അവര് അതേ സമയത്തിനാ പോയി വാങ്ങിക്കണെന്ന് പറഞ്ഞു. എനിക്ക് വേണം, അത്രേ ഉള്ളൂ. മരം വെച്ചിട്ട് മരം വെക്കയല്ല, കുത്തി മറയേ അല്ല കക്ക എന്തെങ്കിലും ചെയ്യും, എനിക്ക് വേണം. മുരിങ്ങയില കളനാക്കി മാറ്റാൻ പോവന്നെ. അതെങ്കിലും ഉരുപ്പടിയെ ചെയ്. മുരിങ്ങയ്ക്ക് വേണ്ടി ചോകും അങ്ങനത്തെ മുതലായത്. ദേഹത്തിന് വേണ്ട സാധനം കൈവശം തന്നിട്ടുണ്ടോ? ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കാരണം ഇത്ര അയൺ കണ്ടന്റ് കുറവാണ്. ഇഷ്ടമാണ്, സ്പെസിഫിക് ആയിട്ട് ഇതാണ് റീസൺ. ഇഷ്ടമാണെന്ന് മാത്രം വായിലിട്ട് ലാത്തി അടിക്കാതെ പോയി വാങ്ങിച്ചിട്ട് ആദ്യം പോയി ദോശ ഉണ്ടാക്കി. ഇന്ന് എത്ര ചേച്ചേനെ കൊന്നു? പോയി ചോദിച്ചോ. എന്നെ 100 വട്ടമായിട്ട് ഞാൻ വിളിക്കണം. ഞാൻ കേട്ടിട്ടൊന്നുമില്ല. കേക്കണ്ട, എന്നാ കഴിഞ്ഞില്ല. 4 വട്ടം അവനെ വിളിച്ചിട്ട് ഞാൻ കോണി കയറി വന്നിട്ട് വിളിച്ചു. നേരത്തിലായി. ഇനി അത് എപ്പോ അരച്ചുണ്ടാക്കി റെഡിയാക്കാം. നോക്ക് ഈച്ച നോക്ക്.
നോക്ക് 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 നോക്ക്. ഇന്ന് ഒറ്റ ഈശ്വരനെ കിട്ടിയില്ലേ എനിക്ക് കൊല്ലാൻ? എൻ്റെ കാമുണ്ട് മുടിയായിരുന്നു. എവിടെ? അതാ കാലിന്റെ മുകളിലോ? ഈശ്വര, ഇതെങ്ങനെ? ആ നഖത്തിന്റെ മുകളിൽ തന്നെ ഒരു നഖം വെട്ടിയിട്ട് ഇതാണ് പറഞ്ഞത്, നിങ്ങൾ ഷുഗറൊക്കെ കുറയ്ക്കണമെന്ന്. കാരണം ഷുഗർ കൂടി കഴിഞ്ഞാൽ ചക്കരഞ്ഞ് കൊണ്ടുണ്ടാഴ്ച കഴിഞ്ഞില്ലേ കയ്യിന്റെ കാലിന്റെ മുകളിൽ മുറിയുമ്പോ തട്ടുമ്പോഴേ അറിയില്ല, തരിപ്പ് കാരണേ മൊത്തം തരിച്ചിരിക്കും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ. ശരി, കാട്ടി വെച്ചിരിക്കണോ? ആ കിട്ടി കിട്ടി കിട്ടി. കാലുമ്പോ മുറിയാലും ശരി, ഈ ഹോബിക്ക് ഒരു മാറ്റമില്ല. കൊതുകല്ല, ഈച്ചനെ തല്ലി കൊന്നു. ഇതാ അവിടെ തന്നെ ഉണ്ട്, പോയിട്ടില്ലേ? അമ്മ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്താ ലെമൺ റൈസാ? വിശക്കനുണ്ടാവും പാവത്തിന്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇരുന്നാലും കെട്ടിയണി കൂട്ടാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് തിന്നുന്നത് ശരിയാണോ? എനിക്ക് വിശക്കുണ്ട്, വയറ് എരിയണോ വയ്യ. ഇതന്നെ വലിയ കാര്യം, 2 മണി വരെ കാത്തു തന്നെ. ഞാൻ ഈ ദോശ ഉണ്ടാക്കി തുടങ്ങണേ ഉള്ളൂ. അടയ്ക്കായിരുന്നല്ലേ? വെയിറ്റ് ചെയ്യോ? ആ എന്ത് വേണം? എടുക്കൊക്കെ വന്നേ? എന്താ പോണില്ലേ കുട്ടിയെ കൊണ്ടുവരാൻ? ആ പോണുണ്ടെങ്കിൽ പൊക്കോളൂ, സമയമില്ലേ? 3 മണിയായില്ലേ? ആ ഞാൻ പൊക്കോളാം. ആ മസാല ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ മസാല അടിപൊളിയായിരുന്നു. എന്താ വരവിന്റെ ഉദ്ദേശം? പോയി വരുമ്പോ മറക്കാതെ മുരിങ്ങയില കൊണ്ടുവരണം. ആ കടച്ചാ കൊണ്ടുവരുവേ? കടച്ചല്ല, കടയ്ക്കും. അടുത്ത വീട്ടിലൊക്കെ വാങ്ങിക്കണ്ടെന്ന് വെച്ചാൽ ഇവിടെ മാത്രം എന്താ കടക്കായ? നോക്കാം, തപ്പാം. മാർക്കറ്റ് ഫുൾ അരിച്ചു പുറക്കാം. ഈശ്വര, ഇതുപോലുള്ള ഒരു ഭാര്യനെ നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? അതായത് മുരിങ്ങയില പൈത്യവും. എനിക്കറിയാൻ പാടില്ല ഇതിനകത്ത് ആര് കൈവശം കൊടുത്താണെന്നുള്ളത്. പിന്നെ അങ്ങനെയൊന്നുമില്ല ഗൈസ്, എനിക്ക് അയൺ കുറവാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ മുരിങ്ങയില അറ്റ്ലീസ്റ്റ് ആഴ്ചക്ക് 2 വട്ടമെങ്കിലും കഴിക്കണമെന്ന്. ഇതിപ്പോ 2 വട്ടം വേണ്ട, 1 വട്ടം കൂടി എവിടെ പോയാലും കിട്ടുന്നില്ല. അടുത്ത വീട്ടിലൊക്കെ അവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി വാങ്ങിച്ചു വന്നല്ലോ, ഇന്നും കൂടി വാങ്ങിച്ചു വന്നല്ലോ എന്ന് അടുത്ത വീട്ടിൽ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാനാ? പോയി തിരയില്ല. ആകെ ഒരു കടയിൽ പോയി നോക്കും, പിന്നെ ഇല്ല, കഴിഞ്ഞു. അപ്പം എന്താ ചെയ്യുക? എൻ്റെ ഹെൽത്ത് ഇപ്പം ഭർത്താവിൻ്റെ അടുത്തല്ലേ പറയാൻ പറ്റുള്ളൂ, വേറെ അടുത്താ പറയാൻ പറ്റുക? ഡോക്ടർ ഇങ്ങനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, അപ്പം അതിൻ്റെ പ്രകാരം പോകണ്ടേ. ഇതിപ്പോൾ ഒരാഴ്ച ഞാൻ പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ എന്താ വേണ്ടെന്ന് എഴുതിയിട്ടാണോ? തപ്പിയിട്ട് കിട്ടാനിട്ടല്ലേ? എത്ര കടകളിൽ നമ്മൾ കയറേണ്ട ഒരു സാധനത്തിന് വേണ്ടിയിട്ട്. ഈ സാധനം മാത്രം അവിടെ ഇല്ല, ബാക്കിയുള്ള സകല പച്ചക്കറി ഉണ്ട്. അവിടെയുള്ള മാർക്കറ്റിലുണ്ടല്ലോ, വെജിറ്റബിൾ മാർക്കറ്റ്, അതിനകത്ത് ഫുള്ള് ഞാൻ കറങ്ങി. ഇതേ ഈ മുതലിനും കൂട്ടിയിട്ടാണ് കറങ്ങിയത്. അന്ന് നമ്മളിത് തെരഞ്ഞു പോയിട്ടില്ല. ഒന്നാമത്തെ അത് ഭയങ്കര ക്രൗഡഡാണ്, തെരയാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെ അടുത്ത വീട്ടിലൊക്കെ പോലീസുകാരുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ. അതെനിക്ക് അറിയത്തില്ല, അവർക്ക് ഇത് എവിടുന്ന കിട്ടണം എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ കിട്ടിയ കൊണ്ടുതരാം, അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. 2 കെട്ട് 50 அப்படின்னா 2 കെട്ട് കൊടുങ്ങ. കിട്ടി വാവേ? நான் இலை வாங்கிக்காம போயிருக்கேன். இலை வாங்கினாலே നമുക്ക് ഇല കുത്തിക്കില്ലാന്ന് അന്ന് ഡ്രസ് എല്ലാം കുറച്ചായിട്ട് പഠിച്ചിങ്ങനെ 100 മാടി ഇല കുത്തിച്ചില്ലേ? ഇല കഴിക്കുന്ന ഇല. എന്നിട്ട് പറ. ആ ഇല വാങ്ങിക്കാൻ പോയിരിക്കുക. ആ ഇല അങ്ങോട്ടും പോയിച്ച് കാണാനില്ല, അതുകൊണ്ട് കുറെ പോയിച്ചാണ് വഴിക്കുന്നത്. അതുകൊണ്ടാ വഴിയേ. എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞിട്ട് എന്താ അത് വരാത്ത വെച്ച് വിളിച്ച് ചോദിക്കാൻ നിൽക്കുകയാണ്. മുരിങ്ങര വാങ്ങാൻ പോയതാണ്. నాకు ఇడవైతే பிடிக்கும். தண்ணி வேணுமா? சரி தரேன். லெமன் ஜூஸில் உனக்கு உப்பு போடவா இல்லை சுகர் போடவா? இது வேணும். உப்பு குடிப்பியா? உப்பு தான் பிடிக்கும். ஓகேடா. പഞ്ചസാര അതൊന്നും പിടിക്കാതെ. ഓ ഷുഗർ പിടിക്കാതാ? അവൾക്ക് സാധാരണ ബോട്ടിൽ മതിയാവണില്ല കേട്ടോ, അതുകൊണ്ട് ഇയാൾ എൻ്റെ ബോട്ടിലെടുത്ത് അതിന് കൊടുത്തു. അത് കൊണ്ടുപോയിക്കോട്ടെ. എന്നിട്ട് അതിൻ്റെ കുഞ്ഞു ബോട്ടിൽ എനിക്കും വെച്ചോ. ഇതാ അയാളുടെ മുരിങ്ങ ഫുള്ള് തുറന്ന് നോക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചൊത്തേ. ഇതാ സമാധാനമായല്ലോ? സമാധാനായി. ഇനി 4 ദിവസത്തിന് മുരിങ്ങക്കറി ഉണ്ടാക്കി ഒരു വഴിയാക്കണം എല്ലാവരും. ഓക്കെ, സമാധാനമായല്ലോ? നാളെ ഇല ഇതാക്കാം, മറ്റന്നാൾ ഉണ്ടാക്കാം. 2 കെട്ടുണ്ട്. എന്താ വാവക്കുട്ടി, ഒറ്റയ്ക്ക് ചാർജ് വെക്കാൻ പാടുവോ? അങ്ങനെ ചെയ്യാൻ പാടുവോ? ചെയ്യാനൊക്കെ പാടും, നല്ല ചാർജൊക്കെ വയ്ക്കാൻ പറ്റും. ഞാൻ എവിടെയും തൊടാതെയാണ്. ഇതാണോ? ആ എവിടെയും തൊടാതെ വെച്ചോ. എന്നാ നോക്ക്. ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും ഈ നേരത്തെ എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുക? എന്താ വേണ്ടേ?
രാത്രിക്ക് എന്താ വെക്കലുണ്ട്. രാത്രിക്ക് ദോശ ഉണ്ടാക്കി തരണോ? 2 ദിവസം ഒന്നുകൊണ്ട് അയിലാക്കി വെക്കൽ തുടങ്ങി. പിന്നെ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് എന്താ കൂട്ടുക? കാണാനല്ലേ മുത്തശ്ശീനെ? എന്താപ്പാ കൂട്ടുക? ഇനിയും വേണ്ട, വേണ്ടെങ്കിൽ ഉണ്ടാക്കിയ ഗോതമ്പ് കലക്കി വെച്ചിട്ടുണ്ട്, അതിന് ദോശ ഉണ്ടാക്കിയാൽ മതി. ചപ്പാത്തി പറ്റില്ല. എന്തെങ്കിലും കൂട്ടാൻ വേണ്ടേ കഴിക്കാൻ ചപ്പാത്തിക്ക്? പിന്നെന്താ കാട്ടണം? വേണം. കൂട്ടാല്ല. അപ്പൊ നമ്മളിപ്പോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോന്നാ ചോദിക്കുന്നത്. വയ്യ ഉണ്ടാക്കണ്ട, മതി. അപ്പൊ ചപ്പാത്തി എപ്പോഴാ ഉണ്ടാക്കുക? ഉണ്ടാക്കിയ കൂട്ടാൻ വേണ്ടേ കഴിക്കാൻ? കൂട്ടാനില്ലേ? എപ്പോ ചപ്പാത്തി? ചപ്പാത്തി ഞായറാഴ്ച ഉണ്ടാക്കാം. ഞായറാഴ്ച ആകുമ്പോ കടലക്കൂട്ടം ഉണ്ടാക്കാം. ഓക്കെയാണോ? കടലക്കറി ഞാൻ ഉണ്ടാക്കണ്ടേ? ഓക്കെ ഡൺ. അങ്ങനെ അമ്മയ്ക്കുള്ള ദോശയും എനിക്കുള്ള ദോശയും ഉണ്ടാക്കി. നീ കഴിച്ചൂടെ? ഇതെന്താ നിങ്ങൾ ദോശ കഴിക്കാത്ത? വേണ്ട, സാധില്ല. എന്താണ് ഇത് സാധില്ലാത്ത? നോക്ക്, സാധില്ല. ബലം കൊണ്ടാണോ? ബലം കൊണ്ട് അത് തിന്നാനും വായിക്കരുതല്ല. എന്തേന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതെന്ന് ഇത് ഞാൻ അത്ര ആലോചിച്ചില്ല. എന്നാൽ വേണ്ടല്ലായിരുന്നു. തിന്നുമ്പോഴല്ലേ അറിയുള്ളൂ. നോക്കട്ടെ. ഇത് അത്ര വലിയ കുഴപ്പം? വെള്ളത്തിൽ മുക്കി കഴിക്കാൻ പറ്റില്ല? സാധില്ല. അത് മറ്റേനെ പോലെ. എന്നാൽ പിന്നെയും പച്ച ദോശ ഉണ്ട്. ഇത്തിരി ബലമുണ്ട്. ബലമുണ്ട്, സാധുവില്ല. സാധനം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ഗോതമ്പ് പൊടിയാണ്. ഒറിജിനൽ ഗോതമ്പാണ്. പറഞ്ഞിട്ടെന്താ കാര്യം? സാധില്ലാത്ത പോലെ. ബലമാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ ഉണ്ടായത്. വെള്ളത്തിൽ കുറച്ച് നേരം ഇടേണ്ടി വരും, ഇല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. ഇച്ചിരി ബലമുണ്ട്. വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് നേരം വെക്കേണ്ടി വരും. ഒരു സാധില്ല. ബലമാണ്, വേറെ ഒന്നുമല്ല. ഞാൻ കഴിച്ചോളാം. എന്നൊന്ന് പറയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ അമ്മയ്ക്ക് ദോശ പാറ്റാനിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ വേറെ വഴിയില്ലാഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് കടിക്കാൻ വയ്യാച്ചപ്പോ എന്താ ചെയ്യാ? ചൂടുണ്ടാവും, അതിന് മുകളിൽ കൈയിടാൻ നിൽക്കണ്ട. ചൂടുണ്ട്. ആ ചൂടുണ്ടൊക്കെ പിന്നെ കൈയിടാൻ നിൽക്കണോ? കുറച്ച് നേരമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങി പോകേണ്ടി വരും. അമ്മൂനും കുട്ടിക്കും ദോശ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എനിവേ എന്തായാലും മുരിങ്ങയില കിട്ടി. അത് കിട്ടാനായിരുന്നു ഏറ്റവും വലിയ പാട്. ഞാൻ കുറേ സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ചു, കിട്ടിയിരുന്നില്ല. ഇപ്പോൾ ഏതായാലും കിട്ടിയല്ലോ, സമാധാനമായി. ഇനി നാളെയും മറ്റന്നാളൊക്കെ ഉപ്പേരി, മുരിങ്ങ കൂട്ടാൻ, അങ്ങനെ പല പല സാധനങ്ങളായിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3-4 ദിവസത്തിന്. കുറേ ഉണ്ട്, ഒരു 2 കെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും 2-3 ദിവസം അതുകൊണ്ട് ഓടും. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റുള്ളവർക്ക് നമുക്ക് വീണ്ടും കാണാം. ബായ്.